ചലച്ചിത്ര രംഗത്തെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെട്ടിമുറിച്ചാണെങ്കിലും പുറത്തുവിടാൻ സർക്കാർ ഒരുങ്ങുമ്പോഴാണ് പ്രശസ്ത പിന്നണി ഗായിക ഗൗരി ലക്ഷ്മിയുടെ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ടും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും ഗൗരിയുടെ തുറന്നുപറച്ചിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ലൈംഗിക താൽപ്പര്യത്തോടെ തനിക്ക് നേരെ ഉയർന്ന കൈകളെപ്പറ്റിയാണ് ഗൗരി ലക്ഷ്മി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 13-ാം വയസ്സിൽ ഗൗരി എഴുതി ചിട്ടപ്പെടുത്തിയ സഖിയെ എന്ന പാട്ട് പിന്നീട് മോഹൻലാലിൻ്റെ കാസനോവ എന്ന സിനിമയിലൂടെ ഹിറ്റായി മാറി. ഇതേ പ്രായത്തിൽ തന്നെയാണ് തൻ്റെ ശരീരത്തിൽ രണ്ടാമത്തെ മോശപ്പെട്ട സ്പർശനമുണ്ടായതെന്ന് വർഷങ്ങൾക്ക് ശേഷം ഗൗരി തുറന്നു പറയുന്നത്. ബാല്യം മുതൽ ഒരു പെണ്ണിനുണ്ടായ ലൈംഗിക അതിക്രമങ്ങൾ വിവരിക്കുന്ന പാട്ടാണ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് മുറിവ് എന്ന ആൽബത്തിലുള്ളത്. പാട്ടിൽ പറയുന്നതെല്ലാം താൻ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണെന്നും അത് എന്നും എക്കാലത്തും മനസ്സിലെ മുറിവായി നിലനിൽക്കുമെന്നുമാണ് ഗൗരി വെളിപ്പെടുത്തിയത്. അത് വൻ ട്വിസ്റ്റായി മാറി. ആൽബത്തിൽ ഗാനരചയും സംഗീതവും സംവിധാനവും പ്രധാന കഥാപാത്രവുമെല്ലാം ഗൗരി ലക്ഷ്മി തന്നെയാണ്. ഒരു വർഷം മുൻപ് പുറത്തിറക്കിയ പാട്ടിൻ്റെ ഭാഗങ്ങൾ ഈയിടെ ഒരു ചാനൽ അഭിമുഖത്തിൽ കാണിച്ചതോടെയാണ് ട്രോളുകളും സൈബർ അധിക്ഷേപവും വ്യക്തിഹത്യയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയത്. പാട്ടിൻ്റെ പ്രമേയം, ചിത്രീകരണ രീതി, ഈണം എല്ലാം ട്രോളുകളായി. വിശദീകരണം വന്നതോടെ ഗായികയ്ക്കും അവരുടെ സർഗസൃഷ്ടികൾക്കും സ്വീകാര്യത ഏറെയാണ് ലഭിച്ചത്. മുറിവിലൂടെ നൽകുന്ന സന്ദേശം സ്വന്തം അനുഭവമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഗൗരവം. എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8, സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിനുള്ളിലെ തൻ്റെ പൊക്കിൾ തപ്പി വന്നവൻ്റെ പ്രായം 40. പാട്ടിൻ്റെ ആദ്യ വരിയിൽ തന്നെ ഗൗരി പറയുന്നത് വ്യക്തമാണ്. ഈ പെണ്ണിന് 13-ാം വയസ്സിൽ ബന്ധുവീട്ടിൽ വെച്ച് ചെറുപ്പം മുതൽ അറിയാവുന്ന ആളിൽ നിന്ന് നേരിട്ട മോശം സ്പർശനമാണ് മറ്റൊരു പരാമർശം. പിന്നീട് ഗായികയായ ശേഷം കരിയറിൽ ഉയർച്ച വാക്ക് നൽകി പലരും സ്പർശിച്ചിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് പാട്ടിൻ്റെ ഉള്ളടക്കം. എന്തിനാണിതെല്ലാം ഇപ്പോൾ വിളിച്ചു പറയുന്നുവെന്നും എല്ലാം പബ്ലിസിറ്റിയാണ് എന്നുള്ള ആരോപണങ്ങളാണ് ആദ്യം ഉയർന്നത്. അതിനുള്ള മറുപടി പാട്ടിൻ്റെ അവസാന ഭാഗങ്ങളിൽ തന്നെയുണ്ട്. നെഞ്ചിലാഞ്ഞു കയറിയ തീക്കൊള്ളി കൊണ്ട് മുറിവ്, നാളിത്ര പോയാലും മാഞ്ഞിടാത്ത മുറിവ് എന്നാണ് പാട്ട് പറയുന്നത്. ഇത്തരം അനുഭവങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗൗരി പിന്നീട് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. 8-ാം വയസ്സിലുണ്ടായ കാര്യമാണെങ്കിലും അന്ന് ധരിച്ച വസ്ത്രം ഏതാണെന്ന് പോലും ഓർമ്മയുണ്ടെന്ന് ഗൗരി ലക്ഷ്മി വ്യക്തമാക്കി. വൈക്കത്തു നിന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ് പോകുന്നത്. ബസ്സിൽ നല്ല തിരക്കുണ്ട്. അമ്മ എന്നെ സുരക്ഷിതമായി ഒരു സീറ്റിന് അരിയിലേക്ക് കയറ്റി നിർത്തി. തൊട്ട് പിറകിലിരിക്കുന്ന വ്യക്തി എൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ആളാണ്. എൻ്റെ ടോപ്പ് പൊക്കി അയാളുടെ കൈ അകത്തേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലായി. ജീവിതത്തിൽ ആദ്യമായിരുന്നു അങ്ങനെയൊരു അനുഭവം. ഞാൻ അയാളുടെ കൈ തട്ടിമാറ്റി. എനിക്ക് അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. ഇത് പ്രശ്നം പിടിച്ച പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഇതാണ് ഗൗരിയുടെ വാക്കുകൾ. 13-ാം വയസ്സിലെ അനുഭവം മറ്റൊരു ഷോക്കായി. അവധിക്കാലത്ത് സ്ഥിരം പോകുന്ന വീടായിരുന്നു. ചെറുപ്പം മുതലേ കാണുന്ന വ്യക്തി പിൻഭാഗത്ത് തട്ടി. അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു തുടങ്ങിയതോടെ താൻ ആ വീട്ടിൽ പോകാതായെന്നും ഗൗരി ലക്ഷ്മി വെളിപ്പെടുത്തി. പാട്ടിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പേരിൽ തനിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം ജെൻഡർ തന്നെയാണെന്ന് ഗൗരി ലക്ഷ്മി പറയുന്നു. പാട്ടിൽ അശ്ലീലമില്ല, ആരുടെയും പേര് പറയുന്നില്ല, ഏതെങ്കിലും വിഭാഗത്തെ പൊതുവായി കുറ്റപ്പെടുത്തുന്നില്ല. എന്നിട്ടും ബുള്ളിങ്ങും നേരിട്ടു. ഒരു സ്ത്രീ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം ഉന്നയിച്ചുവെന്ന രീതിയിലാണ് പലരും കാണുന്നത്. ഇത് ലിംഗ വിവേചനമാണെന്നും സമൂഹം ഏർപ്പെടുത്തുന്ന വിലക്കുകളുടെ മറ്റൊരു വേർഷനാണെന്നും ഗൗരി കരുതുന്നു. തൻ്റെ മറ്റൊരു പാട്ടിൻ്റെ തലക്കെട്ട് പോലെ ഈ നേരവും കടന്നു പോകും എന്ന് തള്ളിക്കളയുകയാണ്. തൻ്റെ മറ്റൊരു പാട്ടിൻ്റെ തലക്കെട്ട് പോലെ ഈ നേരവും കടന്നു പോകും എന്ന് തള്ളിക്കളയുകയാണ് ഈ കോലാഹലങ്ങളെ. നിസ്സാരമെന്ന് തോന്നാവുന്ന ദുരനുഭവങ്ങൾ മനുഷ്യനെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, എത്ര കാലവും വേട്ടയാടുന്നതാണ് മുറിവ് സൂചിപ്പിക്കുന്നത്. അന്ത് ധരിച്ച വസ്ത്രം വരെ ഗൗരി ഓർത്തിരിക്കുന്നത് അനുഭവിച്ച ആഘാതം ഉപബോധ മനസ്സിൽ അവശേഷിക്കുന്നത് കൊണ്ടാകാം. മാനസിക സംഘർഷങ്ങൾ പാട്ടിൻ്റെ രൂപത്തിലെങ്കിലും ഇറക്കി വെച്ചതിൻ്റെ ആശ്വാസം ഗായികയായ ഗൗരി ലക്ഷ്മി വ്യക്തമാക്കുന്നുണ്ട്. ഒരു നിമിഷം ചിന്തിക്കാൻ തയ്യാറാകാതെ കണ്ടാലുടൻ നിറയൊഴിക്കുന്ന സമീപനമാണ് സൈബർ ലോകത്തുള്ളത്. ഈ സമീപനം മാറേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ മന്ദഗതിയിൽ നീങ്ങിയിരുന്ന പാട്ട് ഇപ്പോൾ
മാത്രമല്ല തൻ്റെ എല്ലാ പോസ്റ്റുകൾക്കും ഇപ്പോൾ ട്രാഫിക് കൂടിയെന്ന് ഗൗരി ലക്ഷ്മി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാണ് മുറിവ് എന്ന ആൽബത്തിന് കിട്ടിയ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെയും പാർശ്വഫലം.